കൈനിറയാതെ കോടികൾ ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു ഐഡിയ ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വലിയ കമ്പനികൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്ന ഒരു തുകയുണ്ട്. വലിയ കമ്പനികളെന്നാൽ ഒരു വർഷം 5 കോടി രൂപ ലാഭമോ 1000 കോടി വിറ്റുവരവോ 500 കോടി ആസ്തിയോ ഉള്ള കമ്പനികൾ. അവർ ലാഭത്തിന്റെ 2% സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അഥവാ CSR ഫണ്ട്. ഒരു വർഷം കോടാനുകോടികളാണ് ഇങ്ങനെ ഇന്ത്യയിൽ ചെലവഴിക്കപ്പെടുന്നത്. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അനന്തു കൃഷ്ണന്റെ ഓപ്പറേഷൻ. തൊടുപുഴ കുടയത്തൂർ സ്വദേശിയാണ് അനന്തു കൃഷ്ണൻ. കഷ്ടിച്ച് 27 വയസ്സുള്ള അനന്തു തുടങ്ങിയത് കൂൺ കൃഷിയുടെ പ്രചാരകനായിട്ടാണത്രേ. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് സേവക് സമാജ്, ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയ സന്നദ്ധ സംഘടനകളിലൂടെ ഈ മേഖലയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി അങ്ങനെയാണ് പാതിവില ഓഫർ പദ്ധതിയിലേക്ക് എത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്രവാഹനം, സ്വയം തൊഴിലിന് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, പിന്നെ വീട്ടുപകരണങ്ങളും. സഹായം വേണ്ട ആളുകളുടെ പട്ടികയുണ്ടാക്കി കമ്പനികളുമായി സംസാരിച്ച് ധാരണയിലെത്തുന്നു. സൗജന്യമായിട്ടോ നിസ്സാര തുകയ്ക്കോ കമ്പനി ഉൽപ്പന്നങ്ങൾ നൽകുന്നു. നാട്ടുകാരും കമ്പനികളും ഒരുപോലെ ഹാപ്പി. ഇടയ്ക്ക് നിന്ന് കമ്മീഷൻ അടിച്ചാൽ തന്നെ കിട്ടുന്നത് കോടികളാണ്. നാട്ടിൽ അത്യാവശ്യം പേരുള്ള സത്യസായി ഓർഫനേജ് ട്രസ്റ്റുമായി ചേർന്നാണ് പദ്ധതി തുടങ്ങുന്നത്. 2022 കേരളമെങ്ങുമുള്ള സന്നദ്ധ സംഘടനകളെ ഒരുമിച്ച് കൂട്ടുകയായിരുന്നു അടുത്തത്. അങ്ങനെയാണ് 2000-ഓളം സംഘടനകളെ ഒരു കുടക്കീഴിലാക്കി NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നത്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദ്കുമാർ സ്റ്റേറ്റ് കോർഡിനേറ്റർ, അനന്തു കൃഷ്ണൻ ദേശീയ കോർഡിനേറ്റർ. ഇരുവരും ചേർന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 100 കണക്കിന് യോഗങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ. 2022 തുടങ്ങിയ പദ്ധതി വഴി ആദ്യം കുറെ പേർക്ക് സാധനങ്ങൾ നൽകുകയും ചെയ്തു. സ്കൂട്ടർ പാതി വിലയ്ക്ക് എന്ന വാർത്ത നാട്ടിലെങ്ങും പാട്ടായി. ജനമൊഴുകി. പദ്ധതിയുമായി സഹകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും എത്തി. കോൺഫെഡറേഷനിൽ അംഗങ്ങളാവാൻ സന്നദ്ധ സംഘടനകളും തിക്കിത്തിരക്കി. പലരും ഇതിനായി തട്ടിക്കൂട്ട് സംഘടനകൾ പോലും ഉണ്ടാക്കി. ആളുകളെ സംഘടിപ്പിക്കാൻ എല്ലായിടത്തും കോർഡിനേറ്റർമാർ. അവർ വഴിയാണ് സ്കൂട്ടറും മറ്റും വേണ്ടവർ പണമടയ്ക്കേണ്ടത്. വിപണി വിലയേക്കാൾ പകുതി വില അടച്ചാൽ മതി. സോഷ്യൽ ബി വെഞ്ചേഴ്സ്, പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ, ഗ്രാസ് റൂട്ട് ഇന്നൊവേഷൻ എന്നീ കമ്പനികളിലേക്കാണ് പണമെത്തുന്നത്. 3ഉം അനന്തു കൃഷ്ണന്റെ കമ്പനികൾ തന്നെ. കോർഡിനേറ്റർമാർക്കും ഒരു തുക കിട്ടും. ആളുകൾ അടയ്ക്കുന്നതിന്റെ 2%. ഓസിന് കിട്ടിയാൽ എന്തും വാങ്ങുന്ന ജനം സാധനങ്ങൾ എങ്ങനെ പാതി വിലയ്ക്ക് കിട്ടുമെന്നൊന്നും ആലോചിച്ചില്ല. പാവപ്പെട്ട സ്ത്രീകൾക്കുള്ളതാണ് പദ്ധതിയെങ്കിലും അതല്ലാത്തവരും സ്കൂട്ടറിനായി തിക്കിത്തിരക്കി. തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രസ് ക്ലബ് മന്ത്രിയെ സാക്ഷിയാക്കി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോലീസ് അസോസിയേഷനുള്ള ഓഫർ തയ്യൽ മെഷീനുകളായിരുന്നു. അവരും കൈകൊടുത്തു. കോൺഫെഡറേഷന്റെ അഡ്വൈസറി ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ. ഇതെല്ലാം കൂടുതൽ ആളുകളെ വിശ്വസിപ്പിച്ച് പദ്ധതിയിൽ ചേർക്കാൻ അനന്തു കൃഷ്ണനും സംഘവും വിദഗ്ധമായി ഉപയോഗിച്ചു. പണം കുന്നുകൂടിയപ്പോൾ അത് പല വഴിക്ക് വകമാറ്റിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കൾക്ക് ലക്ഷങ്ങൾ സംഭാവനകളും കിട്ടി. ഇതിനിടെ പദ്ധതി എങ്ങനെ പാളി എന്നത് വ്യക്തമായി വരുന്നതേ ഉള്ളൂ. അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. അതിനകത്ത് ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. പരമാവധി പണം പിരിച്ചു മുങ്ങാനായിരുന്നു ആദ്യം മുതലേ ഉദ്ദേശം. അതോ ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായപ്പോൾ അവർക്കെല്ലാം കമ്പനികളിൽ നിന്നും സ്കൂട്ടറും തയ്യൽ മെഷീനുമൊന്നും എത്തിക്കാൻ പറ്റാതായി പോയതാണോ? അതോ പെട്ടെന്ന് കോടികൾ വന്നു ചേർന്നപ്പോൾ ആഡംബരങ്ങൾക്കായി അതെല്ലാം ചിലവാക്കി പാപ്പരായി പോയതാണോ? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.